ഒന്നും കേൾക്കുന്നില്ലല്ലോ മിസ്സേ. ക്ലാസ് തുടങ്ങിയില്ലേ? Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Good afternoon, ma'am. Okay. Yeah, നിങ്ങളിപ്പോ എന്താ വിചാരിക്കുന്നത്? എന്താണ് പുതിയ മാം ആണോ? ജയിച്ചു അങ്ങനെ പുതിയ ലിസ്റ്റ് ഏതാണ്? വിചാരിച്ചു. I'm your new English teacher. Okay. My name is Ashwini. Okay. ഒരു പുതിയ ഇംഗ്ലീഷ് ടീച്ചറാണ്. ഇപ്പൊ അശ്വതി എന്നാണ്. Yeah. Here, am I audible? Yes, ma'am. Yes, ma'am. Yeah. Okay. Yeah. Good afternoon. Okay. നിങ്ങൾക്ക് വോയിസ് ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? Clear ആണല്ലോ മിസ്സേ. കട്ടായി പോണ്ടല്ലോ മാം. ക്ലിയർ ആണോ? കട്ടായി പോകുന്നു മിസ്സേ. Yeah, clear. എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ? കട്ടായി പോകുന്നുണ്ടോ? ഒരു എക്കോ ഫീൽ ചെയ്യുന്നുണ്ട്. എക്കോ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? Yeah. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എക്കോ ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ? Yeah. Okay. Yeah, just read it. Yeah, okay. ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് എക്കോ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റർബൻസ് ഒന്നും കുറയും. പിന്നെ എന്താ എന്തെങ്കിലും വിശേഷങ്ങൾ? എന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. പറയൂ. സാറല്ലേ വിഷയം എടുത്തിട്ടുണ്ടായിരുന്നത്? സാറില്ല. സാറിന് വേറെ ക്ലാസ് വന്നു. സാർ അങ്ങോട്ട് പോയി. ഇനി എപ്പോഴും ടീച്ചർ ആയിരിക്കുമോ? ഇഷ്യൂസ് ഉണ്ടോ? No, ma'am. സാറില്ല, സാറ് പോയി. സാറ് പോയി മീൻസ് സാറ് വേറെ ക്ലാസ് സാറിന് വന്നു, അതുകൊണ്ട് സാർ അങ്ങോട്ട് പോയി. ഓക്കെ, സാറ് നിങ്ങൾ എല്ലാവരും അന്വേഷിച്ചത് പറയാൻ പറഞ്ഞു. ഓക്കെ. പിന്നെന്താ? മാമിന്റെ പേരെന്താ? എന്റെ പേര് അശ്വതി. നിങ്ങളുടെ അന്വേഷണം പറയാം. ഓക്കെ, പറയാട്ടോ. എന്റെ പേര് അശ്വതി എന്നാണ്. ഓക്കെ. പിന്നെന്താ? എന്തൊക്കെയുണ്ട്? പിന്നെ സംസാരിച്ചിരിക്കണോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണോ? സ്റ്റാർട്ട് ചെയ്യാലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? കംഫർട്ട് എല്ലാവരും? ഞാനാ പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് ഞാനായിരിക്കും കേട്ടോ. എന്തോ സ്ഥലം? എന്റെ സ്ഥലം ഞങ്ങളുടെ അടുത്ത് തന്നെയാ. നോർത്ത് പറവൂർ, എറണാകുളത്ത് നോർത്ത് പറവൂർ. ഓക്കെ.
പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ഡൗട്ട് വെച്ചിട്ട് ക്ലാസ്സിൽ പോകരുത്. എന്തുണ്ടെങ്കിലും ചോദിക്കാൻ ഞാൻ ക്ലിയർ ചെയ്തത്. ക്ലിയർ ആണോ? ഓക്കെ, പുതിയ മിസ് ആണല്ലോ, ചോദിച്ചാലെന്ന് വിചാരിക്കും എന്നൊന്നുമില്ല. ഞാൻ ഒരു ഫ്രണ്ട്ലി ആണ്. ഐ ആം നോട്ട് സ്ട്രിക്റ്റ് അല്ല. സോ ഫ്രണ്ട്ലി ക്ലാസ് ആയിരിക്കും. സോ ഡോണ്ട് വറി. ഓക്കെ, ഇനിയിപ്പോ പ്രെയർ ആരാ ചൊല്ലാം? പ്രെയർ റെഡിയാണ് ആരെങ്കിലും? മിസ്സേ ഞാൻ ചൊല്ലാം. ഞാൻ ചൊല്ലാം. Okay. Oh God, thank you for the word so sweet. Thank you for the food we eat. Thank you for the birds that sing. Thank you, God. Thank you, God, for everything. Amen. Okay. So let's. മിസ്സിന്റെ പേരെന്താ? എന്റെ പേര് അശ്വതി. ആദ്യമായിട്ടാണോ ക്ലാസ് എടുക്കുന്നത്? ഈ ക്ലാസ് ആദ്യമായിട്ടാണ്. ഓക്കെ, സോ സാറിപ്പോ നിനക്ക് പ്രപ്പോസിഷൻ ആണ് എടുക്കുമെന്ന് പറഞ്ഞു, ആണോ? അല്ലേ? അതെ 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 അതെ. ഓക്കെ, പിന്നെന്താ സാറിന് ആക്ടിവിറ്റി എന്തോ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു, അല്ലേ? ഓക്കെ, ഞാൻ ഫസ്റ്റ് തുടങ്ങിയാണ് പോണത് ക്ലാസ്സിൽ. നമ്മുടെ യൂണിറ്റ് 2 തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവാം. റെഡി? ക്ലാസ് ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് എല്ലാവരെയും അങ്ങോട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സോ നിങ്ങള് ടെക്സ്റ്റ് ഒക്കെ നോക്കിയായിരുന്നോ? ഫുൾ ടെക്സ്റ്റ് കിട്ടിയിരുന്നില്ലേ? കിട്ടി മിസ്. നോക്കിയായിരുന്നോ ടെക്സ്റ്റ് ഒക്കെ? നോക്കിയായിരുന്നു. നോക്കിയിരുന്നു. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വായിച്ചിട്ട് മനസ്സിലായോ? ഫസ്റ്റ് യൂണിറ്റ് പഠിപ്പിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് നോക്കിയത്. ആണല്ലേ? ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റ് നോക്കിയിട്ട് വരാം. അതായത് ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണ്. ക്ലാസ്സിൽ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്തൊക്കെ വേർഡ്സ് യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അവിടെ വേർഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യണ്ടേ, റിക്വസ്റ്റ് എങ്ങനെയാണ്, ഒരു ക്ലാസ് നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ എങ്ങനെയാണ് ഗ്രീറ്റിംഗ് ചെയ്യും, അല്ലെ? അതിൽ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെ ഗ്രീറ്റിംഗ് ചെയ്യും. എന്തൊക്കെയാണ് ചോദിക്കുക, ആൻസേഴ്സ് എങ്ങനെയാ വരാ, അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ക്ലാസ് റൂമിൽ എന്തൊക്കെ ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത്. സോ എല്ലാവരും അതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അത് എക്സാമിന് ആ ഒരു പോർഷൻ എന്തായാലും ഉണ്ടാവില്ല. ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണ്, എക്സാമിന് ഒരു പോർഷൻ വരില്ല. ഓക്കെ, അതും കോമൺലി അല്ലേ? സോ എല്ലാരും വായിച്ചിട്ട് വരാതെ. ഓക്കെ, ഓക്കെ. എന്നിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഓക്കെ, സോ യൂണിറ്റ് 1 ആണ് ഞാൻ പറഞ്ഞ ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണ്. അത് നിങ്ങൾ വായിച്ചു നോക്കുക, അത്രയേ ഉള്ളൂ. വേറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം അതിലില്ല. നിങ്ങൾ പഠിക്കുന്ന മോണ്ടിസോറി ആണ്. സോ ഞാനിപ്പോ എന്താ ടീച്ചർ ആണെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഒരു ഫെസിലിറ്റേറ്റർ ആ രീതിയിലാണ് പഠിപ്പിക്കുക. മീൻസ് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അതായത് ഫുള്ളും കുറച്ചുകൂടി എഫോർട്ട് എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനിരിക്കുന്ന ഒരു മെന്റേഴ്സ് മാത്രം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സോ കുറച്ചൊക്കെ നിങ്ങൾ വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. So today we are going to talk about two words, noun and pronoun. Okay, നിങ്ങൾ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. ഓക്കെ, എല്ലാവരും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചതിന് ശേഷം മ്യൂട്ട് ചെയ്യാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണുമ്പോഴോ നിങ്ങൾക്ക് എന്താണ് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. അത് മാത്രമേ ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് ക്ലിയർ ആയില്ല. ഓക്കെ, സോ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ യൂണിറ്റ് 2 നൗൺ ആൻഡ് പ്രോണൗൺ ആണ് വരിക. ഫസ്റ്റ് നൗൺ എന്താണ്? വാട്ട് ഇസ് നൗൺ? The noun is the name of a person, place or thing. Means എന്താണ്? ഒരു പേഴ്സന്റെ പേരാവാം, അല്ലെങ്കിൽ പ്ലേസ് ആവാം, ഒരു വസ്തു ആവാം, എന്തു ആവാം അല്ലെ? അതെല്ലാരും എന്താണ്? നൗൺ ആണെന്ന് പറയാം. Clear? Then noun are classified into 4 kinds. They are proper nouns, common noun, abstract noun, collective noun. Okay, so first one, proper noun. Proper noun means എന്താ, നമുക്ക് എല്ലാവർക്കും ഒരു പേരുണ്ട് അല്ലെ? ഇപ്പൊ എന്റെ പേര് എന്താണ്? അശ്വതി എന്നാണ് അല്ലെ? അതേപോലെ ഓരോ സ്ഥലങ്ങൾക്കും, ഓരോ ഡിസ്ട്രിക്റ്റിനും, ഓരോ സ്റ്റേറ്റിനും എന്ന് വേണ്ട എന്ത് വസ്തു ഉണ്ടെങ്കിലും നമ്മൾ എന്താ, അതിനൊരു പേരുണ്ട്. ഇപ്പൊ വീട്ടിലൊരു പെറ്റ് ഉണ്ടെങ്കിൽ പോലും ആ പെറ്റിന് പോലും നമ്മൾ പേരിടും അല്ലെ? സോ എല്ലാവർക്കും അവരുടേതായ ഒരു പ്രോപ്പർ നെയിം ഉണ്ട് അല്ലെ? ആ ഒരു നെയിമിനെയാണ് എന്ത് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കൂ. നിഷ വർഗീസ് എന്ന് പറയുന്നത് പേഴ്സൺസിന്റെ പേരാണ്, നെയിം ആണ്. കണ്ണൂർ തമിഴ്നാടു എന്ന് പറയുമ്പോ എന്താണ്? അത് ഓരോ കണ്ണൂർ എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ പേരാണ്. പ്ലേസിന്റെ പേര്, എന്തോ ഒരു സ്ഥലത്തിന്റെ പേര്. സ്ഥലത്തിന്റെ പേരാണ്. സ്ഥലത്തിന്റെ പേരാണ്. കണ്ണൂർ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്റ്റ് ആണ്. തമിഴ്നാടു എന്ന് പറയുമ്പോ സ്റ്റേറ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഓരോന്നിനും ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ ഇനി എക്സാമ്പിൾ എന്താ? ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോ നമ്മൾ സംസാരിക്കുന്നത് മലയാളം. മലയാളം എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. കാരണം ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. ഓരോ ലാംഗ്വേജിനും അതിൻ്റെതായ നെയിം ഉണ്ട്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഇതൊക്കെ എന്താണ്? പ്രോപ്പർ നൗൺസ് ആണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഏതാണ്? കോമൺ നൗൺ ആണ്. കോമൺ നൗൺ എന്ന് പറയുമ്പോൾ ഈ നിഷ വർഗീസ്, എന്റെ പേര് ഞാൻ പറഞ്ഞു അശ്വതി എന്ന് പറയുന്നത്, അത് പ്രോപ്പർ നൗൺ ആണ്. ഞാനിപ്പോ എന്താണ്? ഫീമെയിൽ ആണ്, അല്ലെങ്കിൽ വുമൺ ആണെന്ന് പറയാം അല്ലെ? വുമൺ. വുമൺ എന്ന് പറയുമ്പോ എന്താണ്? ഒരുപാട് കോമൺ നെയിം ആണ് അല്ലെ? വുമൺ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ത്രീകളാണ് അല്ലെ? ഇത് കോമൺ നെയിം ആണ്. ഇനി ബോയ്, ഗേൾ എന്ന് പറയുന്നത് കോമൺ നെയിം ആണ് അല്ലെ? ഇപ്പൊ സ്ഥലങ്ങൾ പറഞ്ഞു. സ്ഥലങ്ങളെ പൊതുവെ നമ്മളിപ്പോ ഡിസ്ട്രിക്ട് ഞാൻ പറഞ്ഞു. ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ കോമൺ ആണ്. ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ പല ഡിസ്ട്രിക്ട് ഉണ്ട്. അതിൽ ഓരോ പേര് കൊടുക്കുമ്പോൾ അതിന്റെ പ്രോപ്പർ നൗൺ ആകും. ഓക്കെ, കോമൺലി യൂസ് ചെയ്യുന്ന നെയിംസ് ഒക്കെ എന്താണ്? കോമൺ നൗൺ ആണെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ കാറ്റ് ആണെങ്കിലും ഡോഗ് ആണെങ്കിലും അതൊക്കെ കോമൺ നെയിംസ് ആണ്. ഇപ്പൊ ഡോഗ്, നമ്മുടെ വീട്ടിലൊരു ഡോഗ് ഉണ്ടെങ്കിൽ ആ ഡോഗിന് നമ്മൾ പേര് കൊടുക്കും അല്ലെ? ആ പേരെന്താണ്? അത് പ്രോപ്പർ നൗൺ ആവും. പ്രോപ്പർ നൗൺ ആണ്. ക്ലിയർ ആണോ? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. കാരണം 64 സ്റ്റുഡൻസ് ഈ ക്ലാസ്സിലുണ്ട്. അപ്പൊ എന്തായാലും എന്തെങ്കിലും ചെറിയ ഡൗട്ട് ആയാലും പോലും ചോദിക്കാം. അപ്പൊ ഞാൻ എന്ത് വിചാരിക്കും, ചോദിച്ചാൽ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ കളിയാക്കും, അങ്ങനൊന്നും ചിന്തിക്കണ്ട. എല്ലാവരും പഠിക്കാൻ വന്നിരിക്കുന്നവരാ. അപ്പൊ ഡൗട്ട് എന്തുണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ആ ഓൺ ദി സ്പോട്ടിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പോവാം. ഓക്കെ, അതുകൊണ്ട് ആരും ചോദിക്കാതിരിക്കരുത്, എന്തായാലും ചോദിക്കണം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല മിസ്സേ. ക്ലിയർ ആണ്. ഓക്കെ, ദെൻ ആബ്സ്ട്രാക്ട് നൗൺ. ആബ്സ്ട്രാക്ട് നൗൺ മീൻസ് നമുക്ക് നമ്മുടെ 5 സെൻസ്, നമുക്ക് 5 സെൻസ് ഉണ്ട്. എന്താ? ടച്ച്. ഏതൊക്കെയാണ് 5 സെൻസ്? ഏതൊക്കെയാണ്? സ്മെൽ, ടച്ച്, ഫീല്, സ്മെല്ല്, ഓക്കെ, ഏതൊക്കെയാണ് 5 സെൻസ്? നമ്മുടെ ഈ 5 സെൻസ് കൊണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തതാണ് എന്ത്? ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും. ഡെത്ത്, ബ്യൂട്ടി, യൂത്ത്, പ്ലഷർ, പേഷ്യൻസ്. ഇതൊക്കെ നമുക്ക് എന്താണ്? എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ
ടച്ച് ചെയ്യാനോ സ്മെൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. അത് കാണാൻ പറ്റാത്തതാണ്. ബട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു വാക്ക് ഉണ്ടെന്ന് അറിയാം, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാം, പക്ഷെ കാണാൻ പറ്റില്ല. മനസ്സിലായോ? പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ക്ഷമയാണ്. നമുക്കത് ഫീൽ ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ബട്ട് നമുക്കത് എന്താ കാണാനോ നമുക്ക് അത് നമ്മുടെ 5 സെൻസ് യൂസ് ചെയ്ത് ഒബ്സർവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നതാണ് ഇത് ആബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. ഇപ്പോ എക്സാമ്പിൾ എന്താ, ഈഗോ ആൻഡ് ആംഗ്രി, മനസ്സിലായോ? അതൊക്കെ നമുക്ക് എന്താണ് ഫീൽ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. കാണാൻ പറ്റുമോ? ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വർക്ക് അറിയാം, അല്ലെ? നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ 5 സെൻസ് കൊണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത എന്തും ഈ ആബ്സ്ട്രാക്ട് നൗൺ ആണ്. ഫ്രീഡം എന്നൊക്കെ പറയുന്നത് ക്ലിയർ ആണ്? ഓക്കെ, കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺസ് എന്ന് പറയുമ്പോ എന്താണ്, ഇപ്പൊ ഒരു കൂട്ടം എന്താണ്, ഇപ്പൊ ഒരു കൂട്ടം എന്താ, ഇപ്പൊ ഒരു കൂട്ടം ഗ്രൂപ്പ് ഗ്രൂപ്പ് പറയാം. ഒരു കൂട്ടം ഫ്ലവേഴ്സ് അത് പറയാം. ഇപ്പോ അതിന് ശരിക്കും പറയുന്നത് ഒരു കൂട്ടം ബേർഡ്സ്, ഒരു കൂട്ടം ബേർഡ്സിനെ കണ്ടാലും നമ്മളതിനെ ഫ്ലോക്ക് എന്നാ പറയാം. ഫ്ലോക്ക്, മനസ്സിലായോ? അതൊന്നുകൂടെ പറയാമോ മിസ്? ക്ലിയർ ആയില്ല. ക്ലിയർ ആയില്ല. കളക്റ്റീവ് നൗൺസ് ഒരുപാട് ഉണ്ട്, മനസ്സിലായോ? ഇപ്പോ ഫ്ലീറ്റ് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ ബേർഡ്സിന് എന്തോ ആണോ? ബേർഡ്സിന് ക്ലിയർ ആയില്ല. ബേർഡ്സിനെ ആണോ പറയുന്നത്? ഫ്ലീറ്റോ? ഫ്ലീറ്റ് എന്ന് പറയുന്ന കളക്റ്റീവ് ആണ് വരുന്നത്. ഷിപ്പ്, എ ഗ്രൂപ്പ് ഓഫ് ഷിപ്സിനെയാണ് ഫ്ലീറ്റ് എന്ന് പറയുന്നത്. ഷിപ്പ് മീൻസ് അറിയാലോ ഷിപ്പ് എന്താന്ന്. അപ്പൊ എ ഗ്രൂപ്പ് ഓഫ് ഷിപ്സിനെ പറയുന്നതാണ് ഈ ഫ്ലീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ജൂറി കമ്മിറ്റി എന്ന് പറഞ്ഞു, ഒരുപാട് ഒരു കൂട്ടം ജഡ്ജസിനെ പറയുന്നതാണ് ഇത് ജൂറി കമ്മിറ്റി എന്ന് പറയുന്നത്, അല്ലെ? ക്ലിയർ ആയോ? അതുപോലെ പറഞ്ഞോളൂ. അതേന്ന് പറഞ്ഞതാ. അതേന്ന് പറഞ്ഞാണോ? ഇനിയിപ്പോ സ്ക്വാഡ് എന്ന് പറയുമ്പോ എന്താ? സ്ക്വാഡ് ഒരു വലിയ വിഭാഗം. എന്തോ? ഒരു വലിയ വിഭാഗം അല്ലെങ്കിൽ ഒരു കൂട്ടം എന്നൊക്കെ പറയാം. ഗ്രൂപ്പ് ഓഫ് ടീംസിനൊക്കെയാണ് നമ്മൾ സ്ക്വാഡ് എന്ന് പറയും. ഡ്രം അല്ല അവിടെ. മനസ്സിലായില്ല മിസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. ഓക്കെ, ഇവിടെ കളക്റ്റീവ് ആണ് കൊടുത്തിട്ടില്ലേ, അതിൽ സ്ക്വാഡ്രം എന്ന് പറഞ്ഞിട്ടില്ലേ, അതിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ എം അല്ല വര, എൻ ആണ് വര. സ്ക്വാഡ്രോൺ. ഓക്കെ, ക്ലിയർ ആയോ? അത് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാം. അത് മനസ്സിലായില്ല. പറഞ്ഞത് എം മാറ്റിയിട്ട് എൻ ആക്കണോന്നല്ലേ പറഞ്ഞേ? എം മാറ്റി എന്നാക്കാം. ഓക്കെ, ആ കളക്റ്റീവ് ആണെന്ന് പറയുമ്പോ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ തിങ്സിനെയാണ് സ്ക്വാഡ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്തോ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട് മിസ്, ഒന്ന് പറയാവോ? ക്ലിയർ ആവുന്നില്ല? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നിട്ടാണോ? അല്ല, ഇവിടുത്തെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ തിങ്സിനെയാണ് എന്തെന്ന് പറയുന്നത് സ്ക്വാഡ് എന്ന് പറയുന്നത്. പോകുന്നുണ്ട്, പറയുന്നത് ഇടയിലിടയിൽ വിട്ട് വിട്ട് കേൾക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്തരാം. A group of people or things is squadron.
അങ്ങനെ ഒരുപാട് കളക്റ്റീവ് നോൺസ് ഉണ്ട്. ഓക്കെ, ആ കളക്റ്റീവ് നോൺ എല്ലാവരും നിങ്ങൾ എന്താണ് ഇത് നോക്കി പഠിക്കുക. മസ്റ്റാർഡും പഠിക്കണം. അതിൽ ഫസ്റ്റ് പറഞ്ഞ ഷീപ്പ് എന്ന് പറഞ്ഞത് ചെമ്മരിയാടിന്റെ ആണോ പറഞ്ഞത്? കൂട്ടം എന്നുള്ള ഉദ്ദേശിച്ചത് ഷീപ്പല്ല, കപ്പൽ കപ്പല്. കപ്പൽ. ഓക്കെ. ഷിപ്പാണ്. ഓക്കെ, ഷിപ്പാണ്. ഓക്കെ, സോ ഒരുപാട് കളക്റ്റീവ് നൗൺസ് ഉണ്ട്. അതെന്തായാലും പഠിക്കണം കേട്ടോ. ഇതല്ല ഇത്രയല്ല, ഒരുപാടുണ്ട്. അതെന്തായാലും നിങ്ങൾ നോക്കി പഠിക്കുക. കുറച്ച് നോട്ട്സ് വേണ്ടി ഞാൻ തരാം. ഓക്കെ, കുഞ്ഞു പിള്ളേരുടെ ടെസ്റ്റിലുണ്ട്, 3ാം ക്ലാസ്സിലെ GK ടെസ്റ്റിനകത്ത്. ഓക്കെ, അതൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്. ഇപ്പോ ഒരു കൂട്ടം ഈഗിൾ. ഈഗിൾ എന്താണ്? പരുന്താണ്. പരുന്ത്. പരുന്താണ്. ഒരു കൂട്ടം പരുന്ത് എങ്ങനെയാ പറയാ? ഫ്ലക്കാണോ? ലോക്കോ. അത് ടീമാണോ? ടീം അല്ല. A group of eagle എന്താ പറയാ? ഫ്ലക്ക് ഓഫ് ഈഗിൾ ആണോ? No. A group of eagle-നെ convocation എന്നാ പറയാ. Convocation. A group of eagle convocation. Okay. Tiger ആണെങ്കിലോ? ambush എന്നാ പറയാ. ambush. Rabbit ആണെങ്കിലോ? group of rabbit. A herd. Jellyfish, a group of jellyfish. Smack. എഴുതിയെടുക്കുന്നുണ്ടോ? യെസ്. Yes, ma'am. Yes, ma'am. ഓക്കെ, ഇനിയിപ്പോ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ഓർ ഷീപ്പ് എന്താണ് പറയുന്നത്? ഫ്ലോക്ക് എന്നാ പറയാ. ഫ്ലോക്ക്. എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ഓർ ഷീപ്പ് ഫ്ലോക്ക് ആണ്. ഫ്ലോക്ക്. FLOCK അല്ലേ? FLOCK. ഫ്ലോക്ക്. ഓക്കെ, അപ്പൊ ഇതേപോലെ ഒരുപാട് കളക്റ്റീവ് നൗൺസ് ഉണ്ട്. അത് നോക്കിയിട്ട് വരണം. ഓക്കെ, നോക്കി അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം. ടീം ഓഫ് പ്ലേയേഴ്സ് ആണോ വരുന്നേ? ടീം ഓഫ് പ്ലേയേഴ്സോ? പ്ലേയേഴ്സ്. അപ്പൊ എന്താണ് ടീം അല്ലേ അത്? ടീം മെമ്പേഴ്സ്. അപ്പൊ ക്രിക്കറ്റ് ആണെങ്കിൽ ടീം ഓഫ് പ്ലേയേഴ്സ്. ആ ടീം അല്ലേ പറയാ? അത് കളക്റ്റീവ് നൗൺ ആണ്. ഇപ്പൊ ക്ലാസ് എന്ന് പറയില്ലേ നമ്മൾ ക്ലാസ് പറയുമ്പോൾ അത് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് അല്ലെ? ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെയാണ് ക്ലാസ് എന്ന് പറയാ. ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സിന് പറയുന്നത് എന്താണ്? ടീമാണ് അല്ലെ? ഓക്കെ, അങ്ങനെ തന്നെ ചോദിച്ചേ. പിന്നെ നമ്മൾ പറയാറുണ്ട് ഗ്യാങ് എന്നൊക്കെ പറയില്ലേ? ഗ്യാങ്, അതൊക്കെ ഒരു കളക്റ്റീവ് നൗൺ ആണ്. ഗ്യാങ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെ? ഗ്യാങ് എന്ന് പറയുന്നത് അതൊക്കെ കളക്റ്റീവ് ആണ്. ഫ്ലീറ്റ് എന്ത് വരും? ഫ്ലീറ്റ്. ഫ്ലീറ്റോ? ഫ്ലീറ്റ് ഗ്രൂപ്പ് ഓഫ് ഷിപ്പ് ആണ്. ഷിപ്പ് ഞാൻ പറയാം. ഫ്ലീറ്റ് ഗ്രൂപ്പ് ഓഫ് ഷിപ്പിനെയാണ് ഫ്ലീറ്റ് പറയാ. ഷിപ്പ്.
ഷിപ്പ് ആണ് ഫ്ലൈറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ, ഇത് 4 ക്ലിയർ ആയോ? യെസ് മിസ്. യെസ് മാം. ക്ലിയർ ആയോ? സോ കുറച്ചുകൂടി കളക്റ്റീവ് നൗൺസ് ഒക്കെ നോക്കാം. Yeah. ജൂറി കമ്മിറ്റി പറഞ്ഞിട്ടല്ലോ. എന്തോ ജൂറി ജഡ്ജാണ്, ജഡ്ജ്. ഇതിപ്പോ ജഡ്ജസ് വരുമ്പോൾ ജൂറി വരാം. Yeah, then countable nouns ഉണ്ട്, uncountable nouns ഉണ്ട്. Okay, countable nouns നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് എണ്ണാൻ പറ്റുന്നത് എന്തും കൗണ്ടബിൾ ആണ്, എണ്ണാൻ പറ്റാത്തതോ അൺകൗണ്ടബിൾ ആണ്. ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ, എണ്ണാൻ പറ്റുന്നതും എണ്ണാൻ പറ്റാത്തതും. അൺകൗണ്ടബിൾ സ്കൈ, സ്റ്റാർസ്, മൂൺസ് അല്ല സോറി മൂൺസോ? മൂന്നല്ലേ ഉള്ളു. സീ, സാൻഡ് വരൂലേ? സാൻഡ് വരും. ഷുഗർ, ഷുഗർ, റൈസ്, സോൾട്ട്, ഓക്കെ, അതൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. സോ അതൊക്കെ അൺകൗണ്ടബിൾ നൗൺസ് ആണ്. കൗണ്ടബിൾ നൗൺസ് അറിയാം, നമുക്ക് എണ്ണാൻ പറ്റുന്ന എന്തും കൗണ്ടബിൾ നൗൺസ് ആണ്. മുടി, മുടി, കൗണ്ടബിൾ ആണ്. ഓക്കെ, സോ ഇപ്പോ എന്തോ പേജ് നമ്പർ 10. സെക്കൻഡ് മോഡ്യൂൾ ആണ്. അപ്പൊ നമ്മള് ഏതൊക്കെയാണ്, എല്ലാ നൗൺസും കഴിഞ്ഞു അല്ലെ. പ്രോപ്പർ, കോമൺ, പിന്നെ ഏതൊക്കെയാണ്, ആബ്സ്ട്രാക്ട്, കളക്റ്റീവ് നൗൺ, പിന്നെ കൗണ്ടബിൾ, അൺകൗണ്ടബിൾ, അൺകൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ നൗൺസ്, ഇതെല്ലാം നമ്മള് കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഇതെല്ലാം ഒന്ന് പറഞ്ഞേ, എന്താണ് മനസ്സിലായെന്ന് വെച്ചാൽ പറഞ്ഞ ആരെങ്കിലും ഒരാൾ പറയൂ. ഞാൻ പറയാം. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഒരു നെയിം, നമുക്ക് പേരുകളുള്ള എല്ലാത്തിനെയും നമ്മൾ പ്രോപ്പർ നൗൺസ് എന്ന് പറയും. കോമൺ നൗൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തികൾ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ബോയ്സ്, ചിൽഡ്രൻസ്, കിങ്, റിവർ, അതൊക്കെ കോമൺ ആയിട്ട് പറയുന്ന നൗൺസിനെ എന്താന്ന് പറയും, കോമൺ നൗൺസ് എന്ന് പറയുന്നു. അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സെൻസ് ഓർഗൻസ് വെച്ച് നമുക്ക് ഫീൽ ചെയ്യാനും അറിയാൻ പറ്റും, പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സാധനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡ്സിനെയാണ് അത് പറയുന്നത് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. കൗണ്ടബിളും അൺകൗണ്ടബിൾ എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതും, നോൺ കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ പറ്റാത്തതും. Okay. So next ആരാ പറയാ? അല്ലാ സൂപ്പിനൊക്കെ ബോൾ. സോ ഇനി ആരാ പറയാ, പറയൂ. നെക്സ്റ്റ് ഞാൻ പറയാം. മക്കളുണ്ട്, അവിടെ ഒരു വർത്താനം വരുന്നത്, അതുകൊണ്ടാ. സോറി മാം. പറയൂ, വേറെ ആരാ പറയാ? ഞാൻ പറയാം. നൗൺ എന്ന് പറഞ്ഞു വെച്ചാൽ നൗൺ ഈസ് ഒരു പേഴ്സന്റെ പേരോ അല്ലെങ്കിൽ തിങ്സിന്റെ പേരാണ്
നൗൺ എന്ന് പറയുന്നത്. നൗൺസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രോപ്പർ നൗൺ, രണ്ടാമത്തേത് കോമൺ നൗൺ, മൂന്നാമത്തേത് അബ്സ്ട്രാക്ട് നൗൺ, നാലാമത്തേത് നൗൺ. പ്രോപ്പർ നൗൺ എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള പേരുകൾ, അതായത് എക്സാമ്പിൾ നമ്മുടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്ലേസ്, വേറെ ഏതെങ്കിലും ഒരു സാധനത്തിന്റെയോ പേരോ ആയിരിക്കാം. കോമൺ നൗൺ എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കോമൺ ആയിട്ടുള്ള ഇതിപ്പോ ബോയ്സിനെ ബോയ്സ് അല്ലെങ്കിൽ പുരുഷന്മാരെ എന്നുണ്ടെങ്കിൽ ബോയ്സ് എന്ന് നമുക്ക് പറയാം, ഗേൾസ് അങ്ങനെ പറയാം, അങ്ങനെയൊക്കെ പറയാം. എന്താ പ്രിൻസസ്, പ്രിൻസ്, റിവർ, കിങ് അങ്ങനെയൊക്കെ പറയാം. അബ്സ്ട്രാക്ട് നൗൺ എന്ന് വെച്ച് പറഞ്ഞാൽ വിച്ച് കനോട്ട് ബി ഫീൽ ഓർ ടച്ച് ഓർ ഒബ്സർവ് ചെയ്യാനോ അല്ലെങ്കിൽ ഫീൽ ചെയ്യാനോ ടച്ച് ചെയ്യാനോ പറ്റാത്തതിനാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഈഗോ, ആംഗ്രി, അല്ലാന്നുണ്ടെങ്കിൽ ബ്യൂട്ടി അങ്ങനെയൊക്കെ പറയാം നമുക്ക്. നെക്സ്റ്റ് കളക്റ്റീവ് നൗൺ എന്ന് വെച്ച് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ തിങ്സ്, അതിനാണ് പറയുന്നത് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അൺകൗണ്ടബിൾ എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്. സോ എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ് മിസ്. ഓക്കെ. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് സബ്ജക്ട് ഓഫ് എ വേർബ് എന്ന് പറയുന്നത് ഇതാണ്. ഗൗരി, ഗൗരി. ഇതൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. ഗൗരിയോ, ഗൗരി എന്റെ പേര്. ഓക്കെ. സോ നിങ്ങൾക്ക് ഒരു സെന്റൻസ് കിട്ടിയാല് അതിന്റെ സബ്ജക്ട് ഏതാണ് ഒബ്ജക്ട് ഏതാണ് എന്നൊക്കെ അറിയാമോ? എല്ലാവർക്കും അറിയാവോ? അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഒരു സെന്റൻസില്, ഒരു ഇംഗ്ലീഷ് സെന്റൻസില് സബ്ജക്ട് ഏതാണ് ഒബ്ജക്ട് ഏതാണ് അറിയാത്തവരെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. എല്ലാവർക്കും അറിയാലോ? അല്ല മിസ്, എനിക്ക് ഫുൾ ആയിട്ട് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും മാഡം. എന്തോ അറിയില്ല, മുഴുവനായിട്ട് അറിയില്ല, കുറച്ച് അറിയില്ല. അറിയില്ല. ഓക്കെ. നിങ്ങൾക്ക് എപ്പോഴും ഇംഗ്ലീഷിൽ ഒരു നോട്ട് ഉണ്ടായിരിക്കണം കേട്ടോ കയ്യില്. എല്ലാവരുടെ കയ്യിൽ നോട്ട് ഉണ്ടോ? ഉണ്ട് മിസ്. ഓക്കെ. സോ നോട്ടിൽ എഴുതാം. I sleep. I sleep. I sleep. I sleep എന്ന് പറയുമ്പോ എന്താണ് ആ സെന്റൻസിന്റെ മീനിങ്? എന്താണ്? ഞാൻ ഉറങ്ങി എന്നാണ്. ഞാൻ ഉറങ്ങുന്നു. ഞാൻ ഉറങ്ങുന്നു. ഉറങ്ങുന്നു വരണമെങ്കിൽ മിസ് ING വരണ്ടേ? ഞാൻ ഉറങ്ങുന്നു എന്നാണ് ഐ സ്ലീപ്പ് എന്ന് പറയുന്നതിന്റെ മീനിങ്. ഞാൻ ഉറങ്ങുകയാണ് എന്ന് പറയുമ്പോ മ്യൂട്ട് ചെയ്യും. ഞാൻ ക്ലാസ് എടുക്കുമ്പോ മ്യൂട്ട് ചെയ്യും. ഞാൻ ക്ലാസ് എടുക്കുമ്പോ മ്യൂട്ട് ചെയ്യാം. എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, ദെൻ മ്യൂട്ട് ചെയ്യണം. ഓക്കെ. സോ ഐ സ്ലീപ്പ് എന്ന് പറയുമ്പോ ഞാൻ ഉറങ്ങുന്നു എന്നാണ്. ഓക്കെ. ഞാൻ ഉറങ്ങുകയാണ് എന്ന് പറയുമ്പോ സെന്റൻസില് ഓക്സിലറി വെർബും ING ഫോമും വേണം. ഓക്കെ. സോ ഇത് മനസ്സിലാക്കാം. ഐ സ്ലീപ്പ്, ഞാൻ ഉറങ്ങുന്നു. ഓക്കെ. ഈ സെന്റൻസില് സബ്ജക്ട് ഏതാണ്? സ്ലീപ്പ്. സ്ലീപ്പ്. ഓക്കെ.
So mute yourself. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരാണോ അവിടെ പ്രവൃത്തി ചെയ്യുന്നത് അവരാണ് സബ്ജക്റ്റ്. ഇവിടെ ഞാൻ ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഞാനാണ് സബ്ജക്റ്റ്, അതായത് ഐ ആണ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോ സ്ലീപ്പ് എന്താണ്? ഓക്കെ, സോ ഇവിടെ ഐ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റും എന്ത് പ്രവൃത്തിയാണ് ഞാൻ അവിടെ ചെയ്യുന്നത്? ഉറങ്ങുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ ചെയ്യുന്നത്. സോ ഉറങ്ങുക എന്ന് പറയുന്ന പ്രവൃത്തി എന്താണ്? അപ്പോ വെർബാണ്. എന്തെങ്കിലും അവിടെ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ പറയുന്നതാണ് വെർബ് എന്ന്. സോ അത് സ്ലീപ്പ് എന്ന് പറയുന്നത് വെർബാണ്. അപ്പൊ സബ്ജക്റ്റ് മനസ്സിലായല്ലോ, അയ്യാണ്. ഇപ്പോ എന്റെ പേര് പറയാം, അശ്വതി സ്ലീപ്പ് എന്ന് പറയുമ്പോ എന്താണ്? അശ്വതി ഉറങ്ങുന്നു. ഇവിടെ അശ്വതി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഇവിടെ നൗൺ ആയിട്ട് പറയുമ്പോ അശ്വതി എന്താണ്? ഏത് നൗൺ ആണ്? പ്രോപ്പർ നൗൺ. ആണ്. ഇത്രയും മനസ്സിലായല്ലോ? ഇനിയിപ്പോ ഞാൻ പറയാണ് ഐ ലൈക്ക് പ്രിയ. ഐ ലൈക്ക് പ്രിയ. എനിക്ക് പ്രിയെ ഇഷ്ടമാണ്. ഐ ലൈക്ക് പ്രിയ. ഈ സെന്റൻസില് സബ്ജക്ട് ഏതാണ്? ഓക്കെ, ഇവിടെ ഐ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. എനിക്കാണ് ഇഷ്ടം അല്ലെ? എനിക്കാണ്, അപ്പൊ ഐ ആണ് അല്ലെ? എനിക്ക് എന്താണ്? പ്രിയ ഇഷ്ടമാണ്. അവിടെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് എന്താണ്? വെർബാണ്. ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് വെർബാണ് അല്ലെ? ആരെയാണ് ഇഷ്ടം? പ്രിയ. അപ്പൊ പ്രിയ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. പ്രിയ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഐ ലൈക്ക് പ്രിയ എന്ന് പറയുമ്പോ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ലൈക്ക് വെർബ്, പ്രിയ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ പ്രിയ എന്ന് പറയുന്നത് ഏത് നൗൺ ആണ്? പ്രോപ്പർ നൗൺ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഇനിയിപ്പോ ടെൻസ് കുറച്ചുകൂടെ, ടെൻസ് അല്ല സെന്റൻസ് നന്നായിട്ട് കുറച്ചുകൂടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി പോകുന്ന ക്ലാസ്സിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഇനി ഓക്സിലറി വെർബ് എന്താണെന്ന് അറിയണം. എല്ലാരും ഈ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് അല്ലെ? നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഫ്ലോയിൽ തന്നെ പോവാം. സോ ഇത്രയും ഭാഗം ക്ലിയർ ആണ്, ഇതുവരെ എടുത്തത് ക്ലിയർ ആണ്. ഇപ്പോ എവിടെയൊക്കെയാണ് പ്രോപ്പർ നൗൺ എങ്ങനെയാണ് സബ്ജക്റ്റിലും വരും ഒബ്ജക്റ്റിലും വരും എന്ന് മനസ്സിലായല്ലോ? അശ്വതി സ്ലീപ്പ് എന്ന് പറയുമ്പോ പ്രോപ്പർ നൗൺ സബ്ജക്റ്റിൽ വന്നു അല്ലെ? അശ്വതി സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഉറങ്ങുന്നു എന്ന് പറയുമ്പോ അശ്വതി എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്, സബ്ജക്റ്റിൽ വന്നു. ഐ ലൈക്ക് പ്രിയ എന്ന് പറയുമ്പോ പ്രിയ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ് അല്ലെ? അപ്പൊ പ്രോപ്പർ നൗൺ ഒബ്ജക്റ്റിലും വന്നു. ഇത്രയും ക്ലിയർ ആണ്. ഒരുപാട് ചിന്തിച്ച് ഇതാക്കണ്ട, ലാസ്റ്റ് കൺഫ്യൂഷൻ വരും. സിമ്പിൾ ട്രിക്കിലൂടെ മനസ്സിലാക്കാം. ഇത്രയും ക്ലിയർ ആയോ? ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞതെല്ലാം ക്ലിയർ ആണോ? കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ അതുവരെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തു. ഇതുവരെ ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്ലൂറൽ നൗൺ ആണ്. പ്ലൂറൽ നൗൺ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരുപാട് നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ഇത്രയും പ്ലൂറൽ നൗൺ എന്ന് പറയുന്നത്. സോ നമുക്ക് അത്രയും ആവശ്യമില്ല. ഇത് എന്റെ നോട്ടാണ്, പ്ലൂറൽ നൗണിന്റെ നോട്ടാണിത്. ഈ നോട്ട് വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം ടെക്സ്റ്റില് ഒരുപാടുണ്ട്, അത് ഞാൻ ഇങ്ങനെ ചുരുക്കി നിങ്ങൾക്ക് തന്നതേ ഉള്ളൂ. ഷോർട്ടാക്കി എഴുതിയെടുക്കണോ മിസ്?
എഴുതിയെടുക്കണ്ട, ഞാൻ ക്ലാസ്സിൽ തരാം. ഓക്കെ, നിങ്ങളുടെ പ്ലൂറൽ നൗൺ ഇത്രയുള്ള നോട്ടിനെ ഞാൻ എടുത്ത് ഇത്രയാക്കി, ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പഠിക്കും. ഒരുപാട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇതാവുമ്പോ പെട്ടെന്ന് മനസ്സിലാവല്ലോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഇപ്പൊ ഗേൾ എന്ന് പറയുമ്പോ പ്ലൂറൽ നൗൺ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. പ്ലൂറൽ എന്താണ്? ബഹുവചന, ഒന്നിൽ കൂടുതൽ. ബഹുവചനം. ഒന്നിൽ കൂടുതൽ. സിംഗുലറിനെ പ്ലൂറൽ ആക്കാനാണ് എന്താണ് നമ്മൾ പ്ലൂറൽ നൗൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. സിംഗുലർ വേർബിനെ സിംഗുലർ നൗണിനെ പ്ലൂറൽ നൗൺ ആക്കുക. A plural noun denotes more than one. അല്ലെ, ബോയ്സ്, ഗേൾസ്, ബുക്സ്, അങ്ങനെയൊക്കെ പറയും. ഫ്രണ്ട്സ് എന്നൊക്കെ പറയാലോ. അതൊക്കെ എന്താണ്? പ്ലൂറൽ ആണ്. നമുക്ക് എല്ലാത്തിനെയും എസ് ആഡ് ചെയ്തിട്ട് പ്ലൂറൽ ആക്കാൻ പറ്റുമോ? മലയാളത്തിലാണെങ്കിൽ നമുക്ക് പറയാം ആൺകുട്ടികൾ, ഒരു കൾ വെച്ചിട്ട് നമുക്ക് എല്ലാത്തിനെയും പ്ലൂറൽ ആക്കാൻ പറ്റും. അല്ലെ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, പിന്നെന്താണ് ഇലകൾ, പക്ഷികൾ എന്നൊക്കെ പറഞ്ഞാൽ പ്ലൂറലായി മലയാളത്തില്. ഇംഗ്ലീഷിൽ അങ്ങനെയാണോ? ഇംഗ്ലീഷില് എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പ്ലൂറൽ ആവോ? ഇല്ല. ES ഇല്ല. അപ്പോ ഫസ്റ്റ് നോക്കിയേ, ഗേൾ എന്ന് പറയുമ്പോ ഗേൾസ് എസ് ആഡ് ചെയ്യാം. എസ് ആഡ് ചെയ്തിട്ട് പ്ലൂറൽ ആക്കാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് ആണിത്. സ്റ്റുഡന്റ്, സ്റ്റുഡൻസ്, ട്രീ, ട്രീസ്, കൗ, കൗസ്, ലെഗ്, ലെഗ്സ്. ഇതൊക്കെ നമുക്ക് എസ് ആഡ് ചെയ്താല് പ്ലൂറൽ ആകും. ഓക്കെ, then word S, Z, X, CH and SH എന്ത് ചെയ്യുന്ന വേർഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ES ആഡ് ചെയ്താലാണ് എന്ത് അതിന്റെ പ്ലൂറൽ നൗൺ കിട്ടുക. അതായത് ബസ്, ബസ് എന്ന് പറയുന്ന വേർഡില് എസ് എന്റെ ലെറ്റർ ആണ് അല്ലെ. എസ് എന്റെ ലെറ്റർ ആയതുകൊണ്ട് പ്ലൂറൽ ആക്കണമെങ്കിൽ ES ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? ബസ്സസ് എന്ന് വരും അല്ലെ. ബസ്സസ് വരും. ബസ്സസ് ആണ് അതിന്റെ പ്ലൂറൽ. അല്ലാതെ ഒരിക്കലും വെറുതെ എസ് ആഡ് ചെയ്താൽ പ്ലൂറൽ ആവില്ല അല്ലെ. അതുപോലെ തന്നെയാണ് എക്സ്. ബോക്സ് എന്ന് പറയുമ്പോൾ എക്സിൽ അവസാനിക്കുന്നതാണ് അല്ലെ. എന്റെ ലെറ്റർ എക്സ് ആയതുകൊണ്ട് ES ആഡ് ചെയ്താലാണ് എന്താ ബോക്സിന്റെ പ്ലൂറൽ കിട്ടുക. അപ്പൊ എന്താ? ബോക്സസ് എന്ന് വരും. അതായത് S, Z, X, CH and SH എന്റെ ലെറ്റർ ആയിട്ട് വേർഡ് വന്നാല് ആ വേർഡിനെ പ്ലൂറൽ ആക്കാനായിട്ട് ES ആഡ് ചെയ്യണം. Is it clear? Yes, miss. Yes. If you have any doubts, please ask me. Okay? Yeah. Next, consonant sound. കോൺസണന്റ് എന്ന് പറഞ്ഞാല് മലയാളത്തില് വ്യഞ്ജനാക്ഷരങ്ങൾ. ഓക്കെ, കോൺസണന്റിന്റെ കൂടെ അല്ലേ വരാം. ബുഷസ് ആണ്. നെക്സ്റ്റ്, കോൺസണന്റ് സൗണ്ട്, കോൺസണന്റ് വേർഡ് ലെറ്ററിന്റെ കൂടെ വൈ വരാണെങ്കിൽ, അതായത് ബേബി. ബേബി എന്ന് പറയുമ്പോ വൈക്ക് മുൻപ് ബി ആണ്. ബി എന്ന് പറയുന്നത് കോൺസണന്റ് ലെറ്റർ ആണ് അല്ലെ, ബി. സോ അങ്ങനെ വൈക്ക് മുൻപ് ബി വന്നാല്, അതായത് കോൺസണന്റ് ലെറ്റർ വന്നാല് പ്ലൂറൽ ആക്കാൻ എന്ത് ചെയ്യണം? IES ആഡ് ചെയ്യണം. വൈക്ക് മുന്നേ കോൺസണന്റ് ലെറ്റർ ആണ് വരുന്നതെങ്കിൽ ആ വേർഡിനെ പ്ലൂറൽ ആക്കാനായിട്ട് നമ്മൾ IES ആഡ് ചെയ്യണം. ബേബി, ബേബീസ്. പപ്പി, പപ്പീസ്. Activity, activities. Okay, understood? Okay. Clear ആണോ? ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി പറയൂ മാഡം. ഇപ്പൊ പറഞ്ഞത് അതായത് നമ്മുടെ കോൺസണന്റ് ലെറ്റർ എന്ന് പറയുമ്പോ ABCD എന്ന് പറയുന്നതാണ് കോൺസണന്റ് ലെറ്റർ അല്ലെ. അതില് വൊവൽസ് എന്താണ്? I, E, A, U. AEIOU. അതൊക്കെയാണ് വൊവൽ.
വവ്വൽ ഒഴികെ വരുന്നത് എല്ലാരും കോൺസണന്റ് ആണ് അല്ലേ? അതെ. അപ്പൊ വൈ വൈ എന്ന് പറയുന്ന ലെറ്ററിന് മുൻപ് വരുന്നത് കൺസണന്റ് ലെറ്റർ ആണെങ്കിൽ അതിനെ പ്ലൂറൽ ആക്കാനായിട്ട് IES ആഡ് ചെയ്യണം. കൺസണന്റ് ലെറ്റർ പ്ലസ് വൈ പ്ലൂറൽ ആക്കാൻ എന്ത് ചെയ്യണം? ആഡ് IES. അതായത് ബേബി എന്ന് പറയുമ്പോൾ വൈക്ക് മുൻപ് വന്നത് ബി ആണ്. ബി എന്ന് പറയുന്നത് കൺസണന്റ് ലെറ്റർ ആണ്. അതുകൊണ്ട് ബേബിനെ പ്ലൂറൽ ആക്കാനായിട്ട് വൈ കളഞ്ഞിട്ട് IES ആഡ് ചെയ്യണം. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ക്ലിയർ. ഇനി വവ്വൽ. വൈക്ക് മുന്നേ വവ്വലാണ് വരുന്നെങ്കിലോ AEIOU. വൈക്ക് മുൻപ് വവ്വലാണ് വരുന്നെങ്കിൽ വെറും S ആഡ് ചെയ്യാം. ബോയ് ബോയ്സ്, ടോയ് ടോയ്സ്. അതായത് വൈക്ക് മുൻപ് വന്നത് എന്താണ്? വവ്വലാണ്, ഓയാണ്. മങ്കി എന്ന് പറയുമ്പോൾ വൈക്ക് മുന്നേ എന്താ വന്നിരിക്കുന്നത്? E ആണ്. സോ അങ്ങനെ വരുമ്പോ S ആഡ് ചെയ്യണം. വവ്വൽ പ്ലസ് വൈ ആണെങ്കിൽ ആഡ് S. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. വൈക്ക് മുൻപ് ഏത് ലെറ്റർ ആണ് നോക്കാം. വൈക്ക് മുൻപ് വരുന്നത് കോൺസണന്റ് ആണെങ്കിൽ IES ആഡ് ചെയ്യണം. വൈക്ക് മുൻപ് വരുന്നത് വവ്വൽ ആണെങ്കിൽ വെറും S ആഡ് ചെയ്യണം. That's all. Okay. നെക്സ്റ്റ് എന്താണ്? എഫിലോ അവസാനിക്കുന്ന ലെറ്റർ ആണെങ്കിൽ വേർഡ് എഫിലോ അവസാനിക്കുന്നുണ്ടെങ്കിൽ പ്ലൂറൽ ആക്കാൻ എന്ത് ചെയ്യണം? ഈ FO എടുത്ത് മാറ്റിയിട്ട് VES ആഡ് ചെയ്യണം. വൈഫ് അവിടെ FE മാറ്റിയിട്ട് എന്താണ്? VES ആഡ് ചെയ്തപ്പോ വൈഫിന്റെ പ്ലൂറൽ കിട്ടി അല്ലെ? വൈഫ് വൈഫ്സ് ആണ് വന്നത്. നൈഫ് നൈറ്റ്സ് ആണ്. FE മാറ്റി VES ആഡ് ചെയ്യണം അല്ലെ? ലീഫ് ആണെങ്കിലോ F മാറ്റിയിട്ട് VES ആഡ് ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ മിസ്. ഒന്നുകൂടെ. അതായത് എൻഡിങ് ലെറ്റർ വൈഫിന്റെ എൻഡിങ് ലെറ്റർ എന്താണ്? FE ആണ് അല്ലെ? FEലോ അവസാനിക്കുന്ന വേർഡ്സ് ആണെങ്കിൽ അതിന് പ്ലൂറൽ ആക്കാനായിട്ട് VES ആഡ് ചെയ്താൽ മതി. ഇനി FEയും എടുത്ത് മാറ്റിയിട്ട് VES ആഡ് ചെയ്യണം. ഓക്കെ ഓക്കെ. Then exceptions എന്ന് പറഞ്ഞാല് ഒഴിവാക്കപ്പെട്ട വേർഡ്സ് ആണ്. അതായത് ഈ വേർഡ്സ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. ഇത് എക്സെപ്ഷൻസ് ആണ്, ഒഴിവാക്കപ്പെട്ട വേർഡ്സുകളാണ്. റൂഫ്സ് തന്നെയാണ്. ബിലീഫ്സ് തന്നെയാണ്. ഷെഫ്സ് തന്നെയാണ്. ക്ലിഫ്സ് ആണ്. ഹാൻഡർചീഫ് ആണ്. അത് S ആണ് ഇവിടെ പ്ലൂറലാകാൻ വേണ്ടി ആഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ എന്നോട് ചോദിക്കും മിസ്സേ അത് Fലാണല്ലോ അവസാനിച്ചേക്കുന്നത്, എന്തുകൊണ്ട് അവിടെ VES ആഡ് ചെയ്തില്ലാന്ന്. ഓക്കെ, ഇത് അങ്ങനെയാണ് വരാം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇങ്ങനെയാണ്. അതായത് എക്സെപ്ഷൻസ് മീൻസ് ഒഴിവാക്കപ്പെട്ടതാണ്. എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കപ്പെട്ട ആ മീനിങ് ആണ്. അതായത് ഒഴിവാക്കപ്പെട്ട വാക്കുകളാണ്, വേർഡ്സ് ആണ്. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വരാം. പ്ലൂറിൽ എങ്ങനെയാ S ആയിട്ട് പ്ലൂറിലാക്കുക. ക്ലിയർ ആണോ? ഒന്നും കൂടെ പറയോ? ഈ എക്സെപ്ഷൻസ് വേർഡ്സ് ഇല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്, റൂഫ് എന്ന് പറയുന്നത് S ആഡ് ചെയ്താല് ഇതിന്റെ പ്ലൂറൽ കിട്ടും. റൂഫ്സ് തന്നെയാണ്. മനസ്സിലായോ? ഈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒഴിവാക്കപ്പെട്ടാന്നാണ് അതിന്റെ മീനിങ് വരാം. കുറച്ച് ഒഴിവാക്കപ്പെട്ട വാക്കുകളാണിത്, വേർഡ്സ് ആണിത്. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇതിൽ പ്ലൂറൽ എന്തുകൊണ്ടാണ് S ആഡ് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇത് ഓൾറെഡി ഇങ്ങനെയാണ്. മനസ്സിലായോ? അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ്. ഈ റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് പ്ലൂറലാകണമെങ്കിൽ വെറും S ആഡ് ചെയ്താൽ മാത്രം മതി. എന്തുകൊണ്ടാണ് അങ്ങനെ S ആഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കുറച്ച് ഒഴിവാക്കപ്പെട്ട വാക്കുകളാണ് ഇതൊക്കെ. അത്രയും മനസ്സിലാക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും അതിനെ കുറിച്ച് പറയാനില്ല.
ഇവിടെ നോക്കൂ, മാംഗോസ് ആ പറയുന്നത്. ഇവിടെ എന്താണ്, ഓയ്ക്ക് മുൻപ് കോൺസണന്റ് സൗണ്ട് വരുമ്പോ ES ആഡ് ചെയ്യും. മാംഗോയില് ഓയ്ക്ക് മുൻപ് വന്നിരിക്കുന്നത് G ആണ്. G എന്ന് പറയുന്നത് കോൺസണന്റ് ലെറ്റർ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ ES ആഡ് ചെയ്യണം. മാംഗോസ്, പൊട്ടറ്റോസ്. ഓക്കെ, ഇതും എക്സെപ്ഷൻസ് ആണ്. ഇതും എന്താണ്, ഒഴിവാക്കപ്പെട്ട കുറച്ച് വേർഡ്സ് ആണ്. പിയാനോ എന്നും പിയാനോസ് തന്നെയാണ്. ഫോട്ടോസ് ആണ്. ലോഗോസ് ആണ്. മൊമെന്റോസ് ആണ്. ഓക്കെ, ഇതും കുറച്ച് ഒഴിവാക്കപ്പെട്ട വേർഡ്സ് ആണ്. ഇതെങ്ങനെ തന്നെ പഠിക്കാം. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് ഇനി പ്ലൂറലാക്കാം. ക്ലിയർ ആണല്ലോ? ആണോ? ക്ലിയർ. യെസ് മാം. ഇനി നെക്സ്റ്റ് എന്താണ്, ഇപ്പോ നമ്മള് ഓയ്ക്ക് മുൻപ് വരുന്ന കോൺസണന്റ് ലെറ്റർ പറഞ്ഞു. ഈ ഓയ്ക്ക് മുൻപ് വരുന്നത് പർപ്പിൾ ആണെങ്കിൽ ഒരു മെസ്റ്റ് ആഡില്ല. സൂ, റേഡിയോസ്. ഓക്കെ, റേഡിയോസ്, വീഡിയോസ്, സ്റ്റീരിയോസ്, കാങ്കരൂസ്. അങ്ങനെയാ വരാം. ഓയ്ക്ക് മുൻപ് വരുന്ന പർപ്പിൾ ആണെങ്കിൽ ഒരു മെസ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, then totally different ആയ plurals ഉണ്ട്. വുമൺ എന്ന് പറയുന്നത് വിമൻ ആണ്. മാൻ മെൻ ആണ്. ചൈൽഡ് ചിൽഡ്രൻ ആണ്. പേഴ്സൺ പീപ്പിൾ. ടൂത്ത് ടീത്ത്. ഫുഡ് ഫീറ്റ്. മൗസ് മൈസ്. ഓക്സൺ. ഗൂസ് ഗീസ്. കണ്ടോ, ഇതെന്താണ്, ടോട്ടലി ഡിഫറെന്റ് ആണ്. എസ് ഒന്നും അടയില്ല. എന്താണ്, ടോട്ടലി ഡിഫറെന്റ് പ്ലൂറൽസ് ആണ് അല്ലെ. വുമൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതിന് പ്ലൂറൽ അങ്ങനെ എന്താ, വെറും സ്പെല്ലിംഗ് വ്യത്യാസമേ ഉള്ളൂ അല്ലെ. എക്ക് പകരം അവിടെ ഇ ആണ്. വിമൻ എന്നാ വരാം. മാൻ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. മെൻ എന്ന് പറയുന്നത് പ്ലൂറൽ. ചൈൽഡ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ചിൽഡ്രൻ, ഒരിക്കലും നിങ്ങള് ചിൽഡ്രൻസ് എന്ന് പറയാൻ പാടില്ല. ചിൽഡ്രൻസ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഓൾറെഡി ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. വീണ്ടും അതിന്റെ കൂടെ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഒരിക്കലും ചിൽഡ്രൻസ് എന്ന് പറയരുത്. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണത്. ചിൽഡ്രൻസ് എന്ന് പറയുന്ന വാക്ക് മിസ്റ്റേക്ക് ആണ്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഇനിയിപ്പോ ഒരു ചേഞ്ച് ഇല്ലാത്ത വേർഡ് ആണിത്. ഷീപ്പ് തന്നെയാണ്. അതിന്റെ പ്ലൂരലും സിംഗുലറും സെയിം വേർഡ് ആണ്. ഷീപ്പ്, ഡിയർ, ഫിഷ്, സീരീസ്, സ്പീഷീസ് എന്താണ്, സ്പീഷീസ് ആണ്. ഓക്കെ, ഒരു ചേഞ്ച് ഇല്ല. അപ്പോ പ്ലൂരൽ നൗൺ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. നന്നായിട്ട് വായിച്ചു നോക്കാം, മനസ്സിലാക്കാൻ പറ്റും നോക്കാം. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. മാം, ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ മാം? ഇപ്പൊ മാൻ എന്നുള്ളതിന്റെ പ്ലൂറല് മെൻ എന്ന് പറഞ്ഞു തന്നല്ലോ മാം. അപ്പം നമ്മൾ ഈ മെൻസ് വിയർ എന്നൊക്കെ ഈ ഷോപ്പിൽ എഴുതത്തില്ലേ, അപ്പൊ ആ എഴുതുന്നതിലെ മിസ്റ്റേക്ക് ആണോ അതെന്താണെന്ന് പറഞ്ഞുതരാമോ? എഴുതുന്ന മിസ്റ്റേക്ക് അല്ല, മെൻസ് വേർന്നിടുന്നുണ്ട്. അതെങ്ങനെയാ മെൻസ് അപ്പോസ്ട്രോഫി എസ് ആണ്. ഓക്കെ. അപ്പോസ്ട്രോഫി എസ് എന്ന് പറയുമ്പോ പുരുഷന്മാരുടെ എന്നാണ് മീനിങ്. ഓക്കെ, അതാണ് വ്യത്യാസം. അപ്പോസ്ട്രോഫി എസ് പൊതുവെ കടകളിൽ കാണാറില്ല അല്ലെ. ശരിക്കും അങ്ങനെയാ വരാം. അപ്പോസ്ട്രോഫി എസ് ആണ് വരാം കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പ്ലൂറൽ നൗൺ വരെ എടുത്തു. ഇതുവരെ എടുത്തത് നന്നായിട്ട് വായിക്കാം, പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരെ ചോദിക്കാം. മിസ്സിന്റെ ക്ലാസ് എന്നാണ്? ഫ്രൈഡേ ആണോ? ഫ്രൈഡേ ആണ്. ഫ്രൈഡേ 1:30 ആണ് എന്റെ ക്ലാസ് വരും, ഇംഗ്ലീഷ് ക്ലാസ് വരാം. ഫ്രൈഡേ മാത്രമേ ഉള്ളൂ? ഫ്രൈഡേ മാത്രമേ ഉള്ളൂ. ക്ലാസ് ആയോ? നല്ല ക്ലാസ് ആയിരുന്നു. മനസ്സിലായി. നല്ല ക്ലാസ്. ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമുണ്ടോ മാം? എന്തോ ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമുണ്ടോ? PDF നോക്കി PDF നോക്കി പഠിച്ചാലും മതി.
എനിക്ക് PDF വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ടല്ലോ. ഗൂഗിൾ ക്ലാസ് റൂമിൽ നിന്ന് അതെനിക്ക് എടുക്കാന്ന് അറിഞ്ഞൂടാത്തോണ്ടാ എന്താന്ന് അറിയില്ല. നമ്മുടെ ഇമെയിൽ ID അടിച്ച് കേറുമ്പോഴത്തേക്ക് വരുവോടോ. നോക്കാം ഇൻഷാല്ലാ. ഓക്കെ, താങ്ക്സ് കേട്ടോ. ക്ലാസ് എങ്ങനെയുണ്ട്? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് മാം. എന്തോ മിസ് കേട്ടില്ല. യെസ് മാം. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്? പറ്റുന്നുണ്ട് മാം. യെസ് മിസ്. ഈ സാറിന്റെ ക്ലാസ് ആണോ നല്ലത്? സാറിന്റെ ക്ലാസ്സിൽ സാറ് കുറെയൊക്കെ രണ്ടും രണ്ട് പറയും. രീതിയിലുള്ള ക്ലാസ് ആണ് മാം. രണ്ട് മാം മാമിന്റെ രീതിയിലാണ് ശൈലി പറയുന്നത്. പഠിപ്പിക്കുന്നു, സാർ സാറിന്റെ ശൈലി പഠിപ്പിക്കുന്നു. രണ്ടും ഇഷ്ടമാണ് ഞങ്ങൾക്ക്. രണ്ടുപേർക്ക് അവരുടേതായ ഒരു വേ ഓഫ് ടീച്ചിങ് ഉണ്ടല്ലോ. സാറിന്റെ ക്ലാസ് നല്ല രസമാണ്. സാറ് വേറെ രീതിയിൽ പഠിപ്പിക്കും. കുറച്ച് ബേസിക് സാറിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതെ, രണ്ടൊക്കെ ഈ രണ്ട് രീതിയിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ രണ്ടും കൊള്ളാം, സൂപ്പറാ, പൊളി. എനിക്കത് മാത്രം മതി. നല്ല ക്ലാസ്. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. സാറിനടുത്ത് പോയിട്ട് ഞാൻ എടുത്താലേ കുഴപ്പമൊന്നുമില്ല. സാറ് സൗണ്ട് കുറച്ചാണ് പറയുന്നത്, ടീച്ചർ നല്ല ഉറച്ചാ പറയുന്നത്, അപ്പൊ നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. സാറിന്റെ ക്ലാസ് സൂപ്പറാ, പക്ഷെ സാർ ഇത്തിരി സ്പീഡ് കുറച്ചാ പറയണേ. ടീച്ചർ നല്ല സ്പീഡിനാ പഠിപ്പിക്കുന്നത്. സാറിന്റെ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ തന്നെ ടീച്ചറും കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നോക്കിട്ട് വേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. മാം പോയി. ഇതിൽ ആർക്കെങ്കിലും